Hi all, welcome back to another long video from the Netters and this is Friday morning. ആദ്യം തന്നെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അലാമിൻ്റെ ടൈമിംഗ് ചെറുതായിട്ടൊന്ന് മാറ്റി എനിക്കൊരു 5 മിനിറ്റും കൂടെ ഉറങ്ങാൻ കിട്ടാനായിട്ട് ഞാൻ 5:20 അലാം അടിച്ച പാടെ എണീറ്റ് മുഖം പോലും കഴുകാതെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. മുഖം കഴുകി കഴിഞ്ഞാൽ എനിക്കിനി അടുത്ത ഉറക്കം ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മ നിലൂനായിട്ട് കാച്ചിയ അമൃതം ഒട്ടും ചീത്തയായിട്ടും ഇല്ല, പിന്നെ അത് നല്ല തിക്കായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ അമൃതം തന്നെ അങ്ങനെ എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളവും കുറച്ച് പാലും കൂടെ ചേർത്തു. വെള്ളവും പാലും ചേർക്കുമ്പോൾ ഓഫ്കോഴ്സ് മധുരം കുറയുമല്ലോ, അതുകൊണ്ട് ലേശം ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരു കമൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈ ദ ബൈ, കുക്കു സാറിനുള്ള ഒരു ഓംലെറ്റ് / ബുൾസൈയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: വലിയ ബഹളമൊന്നും ഇല്ലാതെ ചിലരുടെ ഈ ഇൻട്രോ കാണുമ്പോൾ തന്നെ അങ്ങ് സ്വൈപ്പ് ചെയ്യാൻ തോന്നുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ സമയത്ത് ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ അത്ര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല, അതെനിക്കറിയാം. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കൊരു മടിയുമില്ല. ഞാൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, എൻ്റേതൊരു വൈബ്രൻറ്റ് ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ചിലപ്പോൾ അത്ര അക്സെപ്റ്റൻസ് ഒന്നും കിട്ടാനായിട്ട് തീരെ സാധ്യത ഉണ്ടായിരിക്കത്തില്ല എന്ന്. പക്ഷേ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കമൻസുകളെല്ലാം അങ്ങനത്തെ കമൻസാണ്. അതായത് ഇവിടെ വലിയ ബഹളമൊന്നുമില്ല, വലിയ ഷോ ഓഫ് ഒന്നുമില്ല, എനിക്കതൊന്നും കാണിക്കാൻ പറ്റത്തില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ കാണിച്ചാലല്ലേ ഒരു ഒച്ചപ്പാടും കോലാഹലവും ഒക്കെ മിനിമം ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നായിരുന്നു എൻ്റെ വിചാരം. പിന്നെ ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു ചേച്ചിയുടെ നല്ല അടിപൊളി ഒരു കമൻ്റ് ഉണ്ടല്ലോ, ഞാനത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡു യു റിയലി തിങ്ക് ദറ്റ് പീപ്പിൾ വുഡ് ലവ് യു ഹിയറിങ് യു ചിർപ്പ് അബൌട്ട് സംതിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇങ്ങനെ ചിർപ്പിങ് മീൻസ് ഇങ്ങനെ പതുക്കെ ഈ കിളികളൊക്കെ ഇങ്ങനെ കലബില സൗണ്ട് ഉണ്ടാക്കത്തില്ലേ, അതായത് അങ്ങ് ഹൈപ്പിച്ചിലുള്ള സൗണ്ടല്ല, ചെറുതായിട്ട്. അപ്പോൾ അവരെ എൻ്റെ ഈ വോയിസിനെയും എൻ്റെ ഈ ഒരു ശൈലിനെയും മൊത്തത്തിൽ കളിയാക്കി പറഞ്ഞതാണ്. അങ്ങനെ ഈ കിളികൾ ചിലയ്ക്കുന്ന മാതിരി ഇങ്ങനെ കിണികിണിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് അത് ഇഷ്ടപ്പെടും എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ. 5K എങ്കിൽ 5K അത്രത്തോളം ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലായി, കുറച്ചുകൂടെ കാമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ ഇത്രയും ചാനൽസൊക്കെ കിടന്നിട്ട് ശാന്തസുന്ദരമായ ഈ കടലിനെയും കടൽ തീരത്തെയും എൻ്റെ ഈ കിളിനാദത്തെയും അവർ കളിയാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാലും അതെനിക്കിപ്പോൾ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. അതങ്ങനെയെങ്കിൽ അങ്ങനെ. അതും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ഇത് കാണാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നതിനും ഒരുപാട് താങ്ക്സ്. എനിക്കും അമ്മയ്ക്കും ആലനും കൂടെയുള്ള കോഫിയാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ അകത്ത് അമ്മയുടേതും എൻ്റെതും ഞാൻ മാറ്റി വെച്ചു. നേരത്തെ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ, കാപ്പി കുടിച്ച് ഉറക്കം പോകുന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ കാപ്പി കുടിക്കുന്നില്ല. അങ്ങനെ അമൃതം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത വേർഷൻ നിലുവിൻ്റെ കുപ്പിയിലേക്കും കുക്കുസാറിന് കുടിക്കാനായിട്ട് ഇപ്പോൾ ഗ്ലാസ്സിലേക്കും ഞാൻ പകർന്നെടുത്ത് വെച്ചു. നിലുവിൻ്റെത് ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് അനങ്ങി എണീറ്റൊക്കെ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് അതെടുത്തങ്ങ് കൊടുത്താൽ മതി. അതങ്ങനെ തന്നെ അവൻ ഉണർന്ന് തുടങ്ങുന്നതിന് മുമ്പ് അമൃതവും ബോട്ടിലും അവന് കിട്ടുവാണെങ്കിൽ അവൻ വീണ്ടും നല്ലപോലെ കിടന്നുറങ്ങും. ഇത് ഫ്രിഡ്ജിലിരുന്നേച്ച കുറച്ച് മീനാണ് കേട്ടോ, എനിക്ക് പേരറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഒരുമാതിരത്തെ ഒരു മീൻ, അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചു ഫ്രീസറിന്. അത് വെട്ടിയിട്ടില്ല, ചൂണ്ടയ്ക്ക് കിട്ടിയ മാതിരത്തെ മീനാണ് അത് കണ്ടിട്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത ട്രിപ്പ് എണീക്കുമ്പോഴേക്ക് അത് വെട്ടി പൊരിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. വെള്ളിയാഴ്ചയല്ലേ, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നോൺ വെജ് നാളെയോ മറ്റന്നാളോ മേടിക്കാം. അങ്ങനെ ദേ ആലനും കുക്കും ഇറങ്ങി. ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഉറക്കവും കഴിഞ്ഞ് എണീറ്റു. ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു. 10 മണിക്ക് എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്ന് സാമ്പാർ വയ്ക്കാനിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സാമ്പാർ വയ്ക്കുക, മീൻ പൊരിക്കുക. ലഞ്ചിൻ്റെ കാര്യം കുശാൽ. അവിടെ ഇരിക്കുന്ന ബ്ലൂ ഡബ്ബയിൽ അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അത് രാവിലെ അമ്മ ദേ ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതെന്താണ് അപ്പവും സാമ്പാറും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആലനില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ചൂടോടെ പഞ്ചസാര ഇട്ട് കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, ഇൻക്ലൂഡിങ് കുക്കു സാറ്. അവനും കറിയായിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അവൻ്റെയും ഫസ്റ്റ് ചോയ്സ് ചൂടപ്പവും പഞ്ചസാരയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് കറി വേണ്ട. അതാണ് അപ്പവും സാമ്പാറും ഒക്കെ വരാനുള്ള കാരണം. തക്കാളി കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. പരിപ്പ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലൊരു വിസിലും ലോ ഫ്ലെയിമിലൊരു വിസിലും അടിക്കണം. നമുക്കപ്പോഴത്തേക്ക് ഇന്നത്തെ കടൽ ഓഫ് ദി ഡേ കണ്ടിട്ട് വരാം.
ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആലൻ കുക്കുവിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിരുന്നു. എന്നിട്ട് ആലൻ തിരിച്ച് സിസിജിയിലേക്ക് പോയി. സിസിജി നമ്മുടെ കയാക്കിംഗ് സെൻ്ററാണ് കേട്ടോ. ആലൻ്റെ ബ്രദർ ഇൻ ലോ ആണ് അതിൻ്റെ ഓണർ. ആലൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ കലക്കിയ മാവിൻ്റെ കുറച്ച് ഇപ്പോൾ ചുടാനായിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം തീരെ കുഞ്ഞതാണ്. അതിൽ സ്പൂണിട്ട് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് മാവ് വെളിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാത്രം മാറ്റി വേറൊരു വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സാമ്പാറിന് ഇപ്പോൾ പച്ചക്കറികളായിട്ട് സത്യം പറഞ്ഞാൽ സാമ്പാറിലിടാനുള്ള ഒരു ഐറ്റംസും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല. യൂഷ്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഇര പച്ച പപ്പായയാണ്. ഇപ്രാവശ്യം ഞാൻ പപ്പായ എടുക്കാൻ നിന്നില്ല. പകരം നല്ലപോലെ പഴുത്ത ഒരു 1.5 തക്കാളി, കുറച്ച് പയർ ഇരുന്നത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു 1.5 ക്യാരറ്റ് എടുത്തുവെന്ന് തോന്നുന്നു, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് കോവക്കയും കൂടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതെല്ലാം കൂടെ എടുത്തു. അമ്മ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രഹസ്യം എന്നോടുകൂടി മണ്ണിലില്ലാതാവും, ഞാൻ പറയത്തില്ല. ഉപദേശമൊന്നും അല്ല കേട്ടോ. പക്ഷേ എല്ലാ ഫാമിലിയിലും നമ്മൾ എത്രത്തോളം നമുക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നും വേണ്ട, തലവേദനയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നാലും നമ്മുടെ തലയിലോട്ട് വീഴേണ്ടതൊക്കെ നമ്മുടെ തലയിലോട്ട് കറക്റ്റായിട്ട് വീഴും. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണത് പോലെ. വേറെ ആരുടെയെങ്കിലും തലയിൽ ആപ്പിൾ വീണിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമില്ലായിരുന്നല്ലോ. അത് കറക്റ്റ് ആ തലയുടെ മേളിൽ തന്നെ വീണില്ലേ? അതുപോലെ. പക്ഷെ ചില സമയത്ത് സത്യം പറഞ്ഞാൽ ആലോചിച്ച് പോകും, എന്ത് ചെയ്തിട്ടാണ് ഇതൊക്കെ തലയിലോട്ട് വന്ന് കയറുന്നതെന്ന്. ഈ മറ്റേ ആ ചോക്ലേറ്റിൻ്റെ പരസ്യം പോലെ, നന്നായി നിങ്ങളൊന്നും ചെയ്യാതിരുന്നത് എന്ന് പറയത്തില്ലേ? ഒന്നും ചെയ്യാതിരിക്കുകയാണ് കുറേ നാളായിട്ട്, എന്നിട്ടും ഇങ്ങനെ വരേണ്ടതൊക്കെ വരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു ചൊല്ലുണ്ട് കേട്ടോ. അമ്മയും പറയും, ലില്ലിയമ്മച്ചിയും പറയും, വാ കീറിയ ദൈവം വായിക്കാത്തേക്ക് പോകാനുള്ളതും തരാതിരിക്കത്തില്ല എന്ന്. അത് വിശപ്പിനെ വെച്ചിട്ട് മാത്രം പറയുന്നതല്ല. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരവും അങ്ങേര് തന്നെ തരുമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് അങ്ങേരല്ല തരുന്നത്. നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിൻ്റെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ സൊല്യൂഷൻ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഈ പഴയ കണക്കൊക്കെ പോലെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കണമെന്നും ഉത്തരം എന്തായിരിക്കുമെന്നും. സംടൈംസ് ഉത്തരം പോലും ആ ചോദ്യത്തിൽ തന്നെ കാണും. അപ്പോൾ നമുക്ക് ഈ വരുന്ന പ്രശ്നത്തിൻ്റെയൊക്കെ സൊല്യൂഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവണം. ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന പോലെ പലപ്പോഴും എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിലുണ്ടല്ലോ, ചില ദിവസങ്ങളിൽ ഇത് നമ്മുടെ വീട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വ്ലോഗിലും ഞാൻ എല്ലാം വളരെ കാമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് തന്നെ കൂട്ടിക്കോ. ചില ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 10-20 മിനിറ്റ് എനിക്ക് കിട്ടത്തില്ല. എനിക്കങ്ങനെ ഒരു സമയം വേണ്ടത് ഞാനിത് പോസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ്. അത് മാത്രം മതി എനിക്ക്. കുറച്ച് ഹാഷ്ടാഗും പിന്നെ കീവേഡ്സൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഒരു ടൈം. എഡിറ്റിംഗ് ഒക്കെ പിന്നെ ഞാൻ എന്തിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യും. ഒരു ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കൈ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റായിട്ട് എനിക്ക് വേണ്ടാത്ത ക്ലിപ്പിങ്സ് ഞാൻ മാറ്റും, വേണ്ടുന്നത് ആഡ് ചെയ്ത് അങ്ങനെ പോകും. പക്ഷേ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയം ചില ദിവസങ്ങളിൽ 20 മിനിറ്റ് പോലും എനിക്ക് കിട്ടാറില്ല. അതിനിടയിലേ ഇപ്പം ഞാൻ ഒരു ലോഡ് പൊടികൾ ഇതിൻ്റെ അകത്തേക്ക് തട്ടിയിട്ടു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. പരിപ്പ് വെന്തപ്പോൾ അതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നിറത്തിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ആ കളർ അങ്ങോട്ട് എനിക്ക് കറക്റ്റ് ആയില്ല. എൻ്റെ മനസ്സിലെ സാമ്പാറിന് എന്ത് കളറാണോ ആ കളർ എനിക്ക് കിട്ടണം. അതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ആഡ് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടത്, അതായത് ഒരു 3-3.5 ടീസ്പൂണോളം ആഡ് ചെയ്തത് സാമ്പാർ പൗഡറാണ് കേട്ടോ. കിച്ചൺ ട്രഷേഴ്സിൻ്റെതാണ് മിക്കപ്പോഴും ഞാൻ വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ അത് തിരക്കി ഞാൻ പോകാറില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന സാമ്പാറിൻ്റെ പൗഡറാണ് ഞാൻ മേടിക്കുന്നത്. കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കാം, പച്ചക്കറികൾ വേവാനായിട്ട്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഈ പീരിയഡ്സൊക്കെ ആവണതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു മൂഡിങ്ങനെ ഇരിക്കത്തില്ല. നമ്മൾ ഉണരുമ്പോഴേ നമുക്കറിയാമോ ഇന്നത്തെ ദിവസം മൊത്തം ഇടങ്ങേറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ചില ദിവസങ്ങൾ പോലെ എൻ്റെ ചില ദിവസങ്ങൾ വരും. അപ്പോൾ ആ ദിവസം ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഇനി പീരിയഡ്സ് ആവാൻ പോണതായിരിക്കും. പിന്നെ കുറേ ടൈം എടുക്കും എനിക്കിത് മനസ്സിലാവാൻ. ഞാൻ എന്തിനാണ് ഇറിറ്റേറ്റഡ് ആവുന്നത്, എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് ഇത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ ആലോചിക്കും, ഷെടാ ഞാൻ എന്തോത്തിനാണ് ഇത്രയും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്നത്. ആലൻ അതെ എനിക്കിതിപ്പോൾ അപ്ലോഡ് ചെയ്യണം, ഒന്ന് പിടിച്ചേ, അല്ലെങ്കിൽ നിലുവിനെ ഒന്ന് പിടിച്ചേ, അല്ലെങ്കിൽ കുക്കുവിനെ നിലുവിനെ ഒന്ന് നോക്കിയേ, ഞാൻ പോയി ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് എനിക്കിത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അന്നേരം ആ റൂമിൻ്റെ അകത്തിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും പുറത്ത് ബഹളം കേൾക്കുമ്പോൾ. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ പ്രശ്നം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുവെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പറയണം അല്ലേ, ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുകയാണ്, ഒരിത്തിരി സൗണ്ട് കുറയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി ടി വിയുടെ സൗണ്ട് കുറയ്ക്കോ, അല്ലെങ്കിൽ ഇത്തിരി പതുക്കെ സംസാരിക്കോ എന്നൊക്കെ ഞാൻ പുറത്തുള്ള ആൾക്കാരോടത്ത് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളിൽ പലരുടെയും പ്രശ്നം ഇതാണ്, നമുക്ക്
എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പോലും മനസ്സിലാവത്തില്ല. എന്നിട്ട് നമ്മളങ്ങ് കയറി ഫൈറ്റ് ചെയ്യും. ഈ മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ചോദ്യം മനസ്സിലായാലല്ലേ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ ബാഡ് മൂഡിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആണ് എന്നൊക്കെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, അവളത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും. എനിവേ, അവൾ പറയും തിങ്കളാഴ്ച അവൾക്ക് ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് പറയുന്നത് തിങ്കളാഴ്ച ആകുമ്പോൾ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, എൻ്റെ അടുത്തൊന്നും പറയരുത്, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്നൊക്കെയാണ്. സത്യത്തിലെ പ്രശ്നം അതൊന്നുമല്ല കേട്ടോ. അവൾ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേയുടെ ഒരു കാംനെസ് ഒക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഒരു മൺഡേ മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ധൃതി പിടിക്കാൻ തുടങ്ങണം. അപ്പോൾ അത് എല്ലാ മൺഡേയിലും അവൾ ലേറ്റ് ആവുകയും ചെയ്യും, ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. സാമ്പാറിനുള്ള പച്ചക്കറികളും വെന്തു, മീൻ ഒരു വശം മുരിയുകയും ചെയ്തു, ചെറുതെണീക്കുകയും ചെയ്തു. എണീറ്റ് വന്ന് നിങ്ങളോടൊരു ഹായ് പറയാമെന്നൊക്കെ പറഞ്ഞതിൻ്റെ നാണമാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ പ്രശ്നം ആക്ച്വലി അതായിരുന്നു. മൺഡേയുടെ ആ ഒരു റീസെറ്റായിരുന്നു പ്രശ്നം. നമുക്ക് പലർക്കും അങ്ങനെയാണ് അല്ലേ? അത് നമുക്ക് പലർക്കും എന്നല്ല, മിക്കവർക്കും അങ്ങനെയാണ്. തിങ്കളാഴ്ചേനെ ആർക്കും ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന ആ ടൈം. മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാക്കിലേക്ക് വീഴും. ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയൊന്നും എനിക്കറിയത്തില്ല. വാട്ട് ഐ മെൻ ടു സേ ഈസ്, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല എങ്കിൽ, നമുക്ക് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് എനിക്ക് വേണ്ടത് എന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും. എനിക്കിപ്പോൾ ഇച്ചിരി സമയം വേണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്ന് കിടക്കണം, എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങണം, പോട്ടെ, എനിക്കിപ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ചുമ്മാ കുറച്ച് നേരം വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സിനിമ കാണണം. അങ്ങനെ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ അതിനെ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പം അതിന് പറയാൻ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ സ്ട്രെസ്സും ആങ്കർ ഔട്ട്ബേഴ്സ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് എന്തിനാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആയെന്ന് കണ്ടുപിടിക്കുക. അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ വരും. ആഫ്റ്റർ ഓൾ, പരിഹാരമില്ലാത്തതായിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല. ഉത്തരമില്ലാത്തതായിട്ട് ഒരു കണക്ക് ചോദ്യം പോലും ഇല്ലെന്നല്ലേ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അലഞ്ഞു തിരിഞ്ഞിൽ പരിപാടികളൊക്കെ ഉണ്ടാവും സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ എന്തായാലും സാമ്പാറിൻ്റെ പച്ചക്കറികൾ ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ലോ ഫ്ലെയിമിലൊന്നും. കാരണം ക്യാരറ്റൊക്കെ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ, ക്യാരറ്റ് വേവാനായിട്ട് ഇത്തിരി സമയം പിടിക്കും. ഞാൻ ആ കോൾ അവസാനം കുറച്ച് നീണ്ട കോളായിരുന്നു. പിന്നെ ഞാൻ പുറത്തോട്ട് പോയി നിന്ന് സംസാരിച്ച സമയം കൊണ്ട് അമ്മ മീനൊക്കെ തിരിച്ചിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും ശരിയായി. വെളിച്ചെണ്ണയിൽ കടുകിട്ട് കറിവേപ്പിലയിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ നേരത്തെ ഉരിച്ചുകൊണ്ടിരുന്നത്. സാമ്പാർ ഞാൻ താളിക്കുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടാണ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് സാമ്പാർ താളിച്ചിട്ടു. എന്നിട്ട് അതിന് മീതേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ആ മല്ലിയില ഇട്ടിട്ട് ആ മണമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞ ഒരു 3-4 ഇഡലി എടുത്ത് ഉടച്ച് ഈ സാമ്പാറും കൂട്ടി കഴിക്കാൻ അങ്ങോട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു. ഞാൻ പ്ലേറ്റിൽ ഒരു അപ്പം എടുത്ത് ചൂടോടെ കുറച്ച് പഞ്ചസാരയൊക്കെ മേളിലിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. സമയം നോക്കിയപ്പോഴത്തേക്ക് സബാഷ് 9:45 അങ്ങനെ വേഗം കഴിച്ചിട്ട് ഞാൻ ഒരപ്പേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഡയറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ആശ്വസിക്കും. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ വന്ന് കുറച്ച് സൺസ്ക്രീനൊക്കെ വാരിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഞാൻ ഇറങ്ങുക. ആര് ഗേറ്റ് തുറന്നു തരും എന്നുള്ള ചർച്ചയും തർക്കമൊക്കെ കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലുള്ള പണികളൊക്കെ ഒന്ന് വേഗം ഒതുക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലഞ്ഞു തിരിയാനുള്ള ദിവസമാണ്, എൻ്റെ അലഞ്ഞു തിരിയലിനൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചല്ല, നല്ല രീതിക്ക് ഞാൻ ഈ ഒരു ഡേ ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതല്ലേലും വ്ലോഗിൽ ഉൾപ്പെടുത്തണമെന്നും എനിക്കില്ലായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് നിലൂതേ ലിലിയംസിൻ്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. വന്ന ക്ഷീണത്തിലാണ് കേട്ടോ. അമ്മയും ഞാനും കൂടാണ് പോയി കറങ്ങി ചുറ്റിയൊക്കെ വന്നത്. ചോറ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സർബത്ത് വാങ്ങിച്ച് കുടിച്ചായിരുന്നു. ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, പിന്നെയും ദാഹം തീരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ കുക്കുവിനോട് പറഞ്ഞിട്ട് ഒരു ജ്യൂസും കൂടെ മേടിപ്പിച്ചു. ഒരു മായാണെന്ന് തോന്നുന്നു അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് അത് കുടിച്ചു. ഷെയർ ചെയ്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല, രണ്ടുപേർക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുപ്പി അങ്ങനെ കമത്തി. എന്നിട്ട് ഞാൻ അമ്മേനോട് പറയായിരുന്നു എനിക്ക് ചോറ് വേണ്ട, ഞാൻ പോയി കിടന്ന് ഇത്തിരി ഉറങ്ങട്ടേന്ന്. പക്ഷെ അതവിടെ ഏക്കത്തില്ലല്ലോ. അത് വേണ്ട, നീ രാവിലെ ഈ സാമ്പാറും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് 2 പേർക്കും കൂടെ എന്നാൽ ചോറ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് എനിക്കും വാരിത്തന്ന് അമ്മയും കഴിക്കുന്നു എന്നാണ് വെയ്പ്പ്. പക്ഷേ കഴിക്കത്തില്ല. എത്രത്തോളം എൻ്റെ വയറ്റിലാക്കാവോ അത്രത്തോളം ആയി കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാനായിട്ട് നിൽക്കും. 2-3 പിടി ചോറും അങ്ങ് തിന്നിട്ട് ഞാനും വിചാരിച്ചു എന്നിട്ട് പോയി അങ്ങ് കിടക്കാം. അപ്പം നല്ലൊരു ഉറക്കവും കിട്ടും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.